ഒരിക്കല് അക്ബർ ചക്രവർത്തി തൻ്റെ പ്രിയപ്പെട്ടവനായ മന്ത്രി ബീർബലിനോട് പറയുകയുണ്ടായി. എന്തു പറഞ്ഞു അറിയുമോ? ബീർബലിനോട് അക്ബർ ചക്രവർത്തി പറയുകയുണ്ടായി, അല്ലയോ ബീർബൽ, സന്തോഷവാനായ ഒരു വ്യക്തിക്ക് സങ്കടവും ദുഃഖിതനായ ഒരു വ്യക്തിക്ക് സന്തോഷവും പ്രദാനം ചെയ്യുവാൻ കഴിയുന്ന ഒരു വാചകം ചുമരിൽ എഴുതൂ എന്ന് അക്ബർ ചക്രവർത്തി തൻ്റെ പ്രിയപ്പെട്ട ബീർബലിനോട് പറയുകയുണ്ടായി. ബീർബലാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, ബീർബൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി സാമർഥ്യത്തിന്റെ മറുകര കണ്ട ഒരു അതുല്യ പ്രതിഭയാണ് ആര്? ബീർബല്. ബീർബല് കേട്ട മാത്രയിൽ അല്പം ചിന്തിച്ചു. ഒരുപാട് തവണ അക്ബർ ചക്രവർത്തിയുടെ പല കാര്യങ്ങളിലും ഉപദേശം നൽകുകയും പല കാര്യങ്ങൾക്കും പരിഹാരം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആര്? ബീർബല്. ബീർബൽ അല്പനേരം ആലോചിച്ചു. അതിനുശേഷം ഒരു വാചകം ചുമരിൽ എഴുതുകയുണ്ടായി. എഴുതിയ വാചകം ഇങ്ങനെയാണ്: ഈ സമയവും കടന്നുപോകും, ഈ സമയവും കടന്നുപോകും. ഈ വാചകം സന്തോഷവാനായ വ്യക്തി കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ടാവും. ശരിയല്ലേ? ഈ സമയവും കടന്നു പോകുമെന്ന് സന്തോഷവാനായ ഒരു വ്യക്തി കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ദുഃഖം ഉണ്ടാവും. ഇനി ദുഃഖിതനായ ഒരു വ്യക്തി ആ വാചകം കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ എന്തല്ല, ഒന്നും ശാശ്വതമല്ല. സന്തോഷവും ശാശ്വതമല്ല, സങ്കടങ്ങളും ശാശ്വതമല്ല. അങ്ങനെയുള്ള ഈ ജീവിതത്തിൽ നമ്മൾ എന്ത് പാടില്ല? നമ്മൾക്കുണ്ടാകുന്ന ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും പരാജയങ്ങളിലും ഒന്നും എന്തു പാടില്ല? അമിതമായി ദുഃഖിക്കുവാനോ നിരാശപ്പെടുവാനോ പാടില്ല. കേട്ടോ? ചില ജീവിതത്തിൽ എന്ത് ചെയ്യും? ഒരു തകർച്ചകളൊക്കെ ഉണ്ടായേക്കാം. ആ തകർച്ചകളിൽ വീണു പോകാതെ തകർച്ചകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോകുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം പരിശ്രമിക്കുകയും വേണം. കേട്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട അതുപോലെ തന്നെ ദുഃഖങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളിൽ നമ്മൾ എന്തുണ്ടാകാൻ പാടില്ല? അമിതമായി ദുഃഖിക്കുവാൻ പാടില്ല. പരാജയങ്ങളെ എന്ത് ചെയ്യണം? നമ്മുടെ കഴിവുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? നാളേക്കുള്ള വിജയങ്ങളാക്കി മാറ്റണം. അതിന് വേണ്ട എന്താണ്? നല്ല പരിശ്രമം വേണം. അതുപോലെ തന്നെ നല്ല മനക്കരുത്ത് വേണം. കേട്ടോ? ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും പരീക്ഷണങ്ങളുടെ ഒരു കൂടാണ്. അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷയാണ്. ജീവിതമാകുന്ന പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് പരിശ്രമങ്ങളും ഒരുപാട് അനുഭവജ്ഞാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. കേട്ടോ? നമുക്ക് ജീവിതത്തിലുണ്ടാകും തകർച്ചയിൽ മനുഷ്യനുണ്ടാകും തകർച്ചയിൽ എന്ത് ചെയ്യാൻ പാടില്ല? അമിതമായി ദുഃഖിക്കാൻ പാടില്ല. ആ തകർച്ചകളിൽ അങ്ങ് നിരാശപ്പെട്ടു പോകാതെ എന്ത് ചെയ്യുക? മുന്നോട്ട് കുതിക്കുക. എവിടെ നിന്നാണോ നമ്മൾ പരാജയപ്പെട്ടത് അവിടെ നിന്നുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യുക? വിജയത്തിലേക്ക് കുതിക്കുക. കേട്ടോ? അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം സന്തോഷിക്കുക. ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയത്ത് സന്തോഷിക്കുക. അതുപോലെ തന്നെ സന്തോഷിക്കുക. അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ പ്രത്യേകം ഓർമ്മ വെക്കുക, ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയത്ത് ജീവിതത്തിലുണ്ടാകുന്ന വിജയങ്ങളിൽ നമ്മൾ സന്തോഷിക്കുക. പക്ഷേ ജീവിതത്തിലുണ്ടാകുന്ന വിജയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അഹങ്കരിക്കുവാൻ പാടില്ല. കേട്ടോ? അത് പ്രത്യേകം ഓർമ്മ വേണം. ജീവിത വിജയങ്ങളിൽ അഹങ്കരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ജീവിതം പിന്നോട്ടടിച്ചു പോകും. കേട്ടോ? അത് പ്രത്യേകം നമ്മുടെ ഓർമ്മയിൽ വേണം. ജീവിത വിജയങ്ങളിൽ സന്തോഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പരമാവധി സന്തോഷിക്കുക, അത് തെറ്റുമില്ല. പക്ഷേ അഹങ്കാരം അല്പം പോലും ഉണ്ടാകാൻ പാടില്ല. കേട്ടോ? അതുപോലെ തന്നെ നമ്മുടെ ജീവിത വിജയത്തിന് സഹായിച്ച വ്യക്തികളെ നമ്മൾ ഒരിക്കൽ പോലും ജീവിതത്തിൽ മറക്കുവാനും പാടില്ല. അവരോട് നന്ദികേട് കാട്ടുവാനും പാടില്ല. കേട്ടോ? അതും പ്രത്യേകം ജീവിതത്തിൽ ഓർമ്മ വേണം. കേട്ടോ? നമ്മുടെ ജീവിത വിജയങ്ങളിൽ നമുക്ക് താങ്ങായ വ്യക്തികളെ അല്ലെങ്കിൽ ജീവിത വിജയത്തിൽ നമ്മെ സഹായിച്ച വ്യക്തികളെ നമ്മൾ ജീവിതത്തിൽ മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജീവിതം വീണ്ടും എന്ത് ചെയ്യും? ജീവിതം ഒരുപാട് പുറകോട്ടടിച്ചു പോവും, അല്ലെങ്കിൽ പിന്നോട്ടടിച്ചു പോവും, അല്ലെങ്കിൽ അതപ്പതിച്ചു പോവും. കേട്ടോ?
നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യം.